അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രജിത നായരുടെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. അപകടം നടന്ന് 11-ാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. അമ്മ തുളസിയുടെ DNA പരിശോധനയിലൂടെയാണ് രഞ്ജിതയെ തിരിച്ചറിഞ്ഞത്. നേരത്തെ സഹോദരൻ രതീഷിന്റെ DNA സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിയെങ്കിലും ഫലം നെഗറ്റീവായിരുന്നു. പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂൾ, പുല്ലാട് വടക്കേക്കവല മോഡൽ UP സ്കൂൾ എന്നിവിടെയാണ് പൊതുദർശനം വെച്ചത്. രഞ്ജിത പഠിച്ച ശ്രീ വിവേകാനന്ദ സ്കൂളിൽ ഉച്ചയ്ക്ക് 2:30 വരെ രഞ്ജിതയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിൽ വെച്ചു. രഞ്ജിതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ നാനാ തുറകളിലുള്ള ആളുകൾ പുല്ലാട്ട് വിവേകാനന്ദ സ്കൂളിൽ എത്തിയിരിക്കുന്നത്. ഗോകുമാരൻ നായർ തുളസി ദമ്പതികളുടെ ഇളയ മകളാണ് രഞ്ജിത. പന്തളത്ത് നഴ്സിംഗിൽ ബിരുദം നേടിയ ശേഷം രഞ്ജിത ഗുജറാത്തിൽ ആശുപത്രിയിലാണ് നഴ്സിംഗ് ജോലി ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ഒമാനിലേക്ക് പോയി. ഒമാനിൽ നിന്നുമാണ് ബ്രിട്ടനിലേക്ക് ജോലി മാറുന്നത്. 5 വർഷം മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സർക്കാർ ജോലി നേടിയ രഞ്ജിത ദീർഘകാല അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയത്. വൃദ്ധയായ അമ്മ തുളസി, ചെറിയ കുട്ടികളായ ഇന്ദുയുടൻ, ഇതിക എന്നീ മക്കളാണ് വീട്ടിൽ രഞ്ജിതയ്ക്കുള്ളത്. മകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, മകൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. തിരികെ ജോലിയിലേക്ക് മടങ്ങാനിരിക്കുമ്പോഴാണ് രഞ്ജിത വിമാനാപകടത്തിൽപ്പെട്ടത്. 8 മാസമായി ബ്രിട്ടനിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. രഞ്ജിത കേരളത്തിൽ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത്. ജൂലൈയിൽ ജോലിയിൽ കയറാനായിരുന്നു രഞ്ജിത ഒരുങ്ങിയിരുന്നത്. ലണ്ടനിലെത്തി അവിടുത്തെ ജോലി സ്ഥലത്തു നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രഞ്ജിതയുടെ യാത്രയുടെ ഉദ്ദേശം. BN ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.